ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഹംപിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഹംപിയിലെ തന്നെ റോയൽ എൻക്ലോഷർ കാണാനാണ്. ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ഇതാണ് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭരണസിരാകേന്ദ്രമായിരുന്ന സ്ഥലം. അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഈ മക്കളെയായിട്ട് കണ്ട് ഇവർക്ക് ഭയങ്കര സ്നേഹം നമ്മളോട്. എന്തോ ഒരു അത്ഭുത ജീവികളെ കണ്ട പോലെ നോക്കുന്നത്. ഇതാണ് സ്റ്റോൺ ഡോർ. ഇതിൻ്റെ ഓരോ പാളിയും ഒറ്റക്കല്ലിലാണ് കൊത്തിവെച്ചിരിക്കുന്നത്. ഇതിന് ഡിസൈനും കാര്യങ്ങളൊക്കെ ഇതിൽ കൊത്തിവെച്ചിട്ടുണ്ട് നന്നായിട്ട്. പിന്നെ ഇതിൻ്റെ വിജാഗിരി സാധനങ്ങളൊക്കെ ഇതിൽ തന്നെ കൊത്തിവെച്ച സ്റ്റൈലിലാണ് ഇത് ഇരുന്നത്. ഇത് അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്നതാണോ അതോ ജസ്റ്റ് ഇങ്ങനെ രൂപം പോലെ ഉണ്ടാക്കി വെച്ചിരുന്നതാണോ എന്നൊന്നും ആർക്കും ഒരു ഐഡിയ ഇല്ലെന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ കാണാൻ പോകുന്നതാണ് മഹാനവമി ദിബ്ബ. ഈ ഒരു തറ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഇതിൻ്റെ മുകളിലേക്ക് ഗോപുരം മണ്ഡപമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കാലാന്തരത്തിൽ നശിച്ചു പോയി. ഈ തറയ്ക്ക് മാത്രം 12 മീറ്റർ ഉയരാണുള്ളത്. കരിങ്കല്ലും ഗ്രാനൈറ്റ് പാളികളും ഉപയോഗിച്ച് അടുക്കായിട്ടാണ് ഈ തറ പൊക്കിയേക്കണത്. ഇതിൻ്റെ അകത്ത് യുദ്ധദൃശ്യങ്ങൾ, ചടങ്ങുകൾ, ആഘോഷങ്ങൾ ഇതെല്ലാം കൊത്തിവെച്ചിട്ടുണ്ട്. നമ്മളെ പിന്തുടർന്ന് വീണ്ടും അവന്മാർ. ഞങ്ങൾ എവിടെ പോയാലും ഇവരവിടെ ഉണ്ട്. നല്ല പിള്ളേരാട്ടോ. ഇവിടെ ഇരുന്നിട്ടാണ് പണ്ട് രാജാക്കന്മാർ മഹാനവമി ഉത്സവങ്ങളും സൈനിക പരേഡുകളും ഒക്കെ കണ്ടിരുന്നത്. ഈ തറയുടെ ഇവിടെ നിന്ന് നോക്കിയാലുണ്ടല്ലോ മക്കളെ, ഈ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഹൃദയം എന്ന് പറയാവുന്ന ഈ റോയൽ എൻക്ലോഷറിൻ്റെ ഓരോ മുക്കും മൂലയും നമുക്ക് കാണാൻ സാധിക്കും. കാഴ്ച നിങ്ങൾ ഒരിക്കലെങ്കിലും ഹംപി ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ. അടിപൊളി പ്ലേസാണ്. പറഞ്ഞാലും തീരാത്തത്ര കാര്യങ്ങൾ ഹംപി നിങ്ങൾക്ക് പറഞ്ഞു തരും. അടിപൊളി പ്ലേസാണ്. കാണുന്നത് ഇങ്ങോട്ട് ജലം എത്തിക്കുന്നതിന് വേണ്ടി പണ്ടുണ്ടാക്കിയ സെറ്റപ്പാണ്. അതിനെ ലോക്ക് ചെയ്ത് വെള്ളം പോകാത്ത രീതിയിൽ പൈപ്പ് പോലെ കൊണ്ടുവന്ന് അവിടുത്തെ ഒരു വാട്ടർ ടാങ്ക് പോലെ ഒരു ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ചാടി പുഷ്കർണി. ഇപ്പോൾ നമ്മൾ ഈ കാണാൻ പോകുന്നതാണ് പുഷ്കർണി. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജകീയ ചടങ്ങുകൾക്കും അതുപോലെ വിശുദ്ധ ജലസംഭരണത്തിനുമായിട്ട് വിജയനഗര സാമ്രാജ്യത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു സ്റ്റെപ്പ് ടാങ്കാണിത്. ഇതിന് 7 നിലകളുള്ള കല്ലുപടികളാണുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ സ്റ്റെപ്പുകളും സിമ്മെട്രിയിൽ നിർമ്മിച്ചതുകൊണ്ട് ഇത് മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു നല്ല മനോഹരമായ ജാമിതീയ രൂപം കാണാൻ പറ്റും. ഈ ജലവാഹിനി ഉണ്ടല്ലോ, അന്നത്തെ എൻജിനീയറിംഗ് വൈദഗ്ധ്യത്തിൻ്റെ ഒരു നല്ല തെളിവായിട്ട് ഇന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോകാം.
ശരിക്കും പറഞ്ഞ ഹംപിയൊക്കെ കണ്ടു തീർക്കാൻ തന്നെ ഒരു 2-3 ദിവസമെങ്കിലും പിടിക്കില്ല. പൊന്നെ അതാണ്, ഇത് കണ്ടു തീർക്കാൻ പറ്റത്തില്ല. ഒറ്റ ദിവസം കൊണ്ട് പറ്റത്തേ ഇല്ല. 2 ദിവസം കൊണ്ട് പറ്റുമെന്ന് എനിക്കറിയില്ല. ഇത് വിശദമായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ ഇതിൻ്റെ അടുത്തൊരു ഇത് വെച്ചിട്ടുണ്ട്, ഒരു ബോർഡ് പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൽ നോക്കി വായിച്ചിട്ട് ആണ് നമുക്കറിയാൻ പറ്റുള്ളൂ ഇതെന്താണ് സംഭവം. പിന്നെ ഇവിടെ കുറേ ഗൈഡൊക്കെ ഉണ്ട്. അവർക്ക് നല്ല പൈസ കൊടുക്കേണ്ടി വരും. പക്ഷെ അവർ പറഞ്ഞു തന്നത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം, ഞങ്ങൾ ഒളിച്ചു പോയെന്ന് കേട്ട് നമുക്ക് പൈസ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങളത് ഒളിച്ചു പോയെന്ന് കേട്ട് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. എന്നാലും ഇതിൻ്റെ ഒക്കെ പുറകിലും ഓരോരോ വലിയ എന്തൊക്കെയോ കഥകളുണ്ട്. അതൊക്കെ നമുക്ക് അറിയാൻ പറ്റില്ല എന്നുള്ളതാണ് ഗൈഡില്ലെങ്കിലുള്ള പ്രശ്നം. പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഈ ഫോട്ടോസൊക്കെ ഗൂഗിൾ ലെൻസ് വെച്ച് നോക്കി എന്താണ് സംഭവം എന്നൊക്കെ നമ്മൾ അല്ലാതെ മനസ്സിലാക്കും. കുറേ ടൈം എടുക്കും. സ്കൂൾ പിള്ളേരൊക്കെ വന്ന് അവരിവിടെ മൊത്തം കാണുന്നുണ്ട്. അവർ സ്കൂൾ പിള്ളേരോട് ഒരു ഗൈഡുണ്ട്, അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കുറച്ച് നേരം ഞങ്ങൾ അവരുടെ പുറകെ നടന്ന് കട്ട് കേട്ടു. ഇപ്പം ഞങ്ങളിനി ഇതിൻ്റെ പുറത്തേക്ക് പോവാണ്. എൻ്റെ പൊന്ന് കേസതൊക്കെ ഭയങ്കര ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഞാൻ ഇങ്ങനെയൊക്കെ ഇവിടെ വരുന്നു, ഇതൊക്കെ വന്ന് കാണുന്നു. ഇതൊക്കെ കാണാതെ ഞാൻ എങ്ങനെ മരിച്ചു പോവുക അല്ലേ ഗൈസ്. അപ്പോൾ ഞങ്ങളിത് ഉച്ചഭക്ഷണം കഴിക്കാൻ പോവാണ്. ഞങ്ങളുടെ കഞ്ഞി അങ്ങനെ രാവിലെ തന്നെ റെഡി ആയിക്കൊണ്ടാണ് വന്നത്. ഇവിടെ ഞങ്ങൾ ഹംപിയിൽ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ തന്നെ ഇവിടെ ഒരു കരിങ്കല്ലിന് ക്ഷാമമില്ലാത്തത് കൊണ്ട് ഇഷ്ടംപോലെ കരിങ്കല്ല് ബെഞ്ചൊക്കെ ഉണ്ട്. അതിലിരുന്ന് ഞങ്ങൾ കഴിക്കുകയാണ്. കഞ്ഞിയും പേറുവാണ് കേസ് മടുത്ത് കേസ്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ കാണാൻ പോണത് അണ്ടർഗ്രൗണ്ട് ചേംബറാണ്. അണ്ടർഗ്രൗണ്ട് അവസാനം നമ്മൾ ആ അണ്ടർഗ്രൗണ്ട് ചേംബർ കണ്ടെത്തിയിരിക്കുന്നു. അതാണ് അണ്ടർഗ്രൗണ്ട് ചേംബർ. നമുക്കതിൻ്റെ അകത്തേക്ക് ഇറങ്ങി നോക്കാം. ഇത് രാജാക്കന്മാരുടെ രഹസ്യ യോഗങ്ങൾ ചേരുന്നതിനും സംഭാഷണങ്ങൾക്കുമൊക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്നതാണെന്നാണ് പറയുന്നത്. പിന്നെ ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട് ധനസംഭരണത്തിനും അതുപോലെ തന്നെ രഹസ്യ രേഖകൾ സൂക്ഷിക്കാനുമൊക്കെ ഇത് ഉപയോഗിച്ചിരുന്നെന്ന്. ഇതെന്തുവാ 18-ാം പടി പോലെയാണല്ലോ ഇരിക്കുന്നത്. ഇത് കുത്തനെയാണല്ലോ കൊച്ചേ. ഞാനെങ്ങനെ ഇറങ്ങും? എനിക്കിതൊന്ന് ഇറങ്ങാൻ എന്ത് ചെയ്യും? അതെനിക്കറിയാം, കാല് താഴത്തോട്ട് വെച്ചാൽ ഇറങ്ങാൻ. എൻ്റെ അമ്മച്ചി സ്റ്റെപ്പിനോ ഒരു സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പ് ഭയങ്കര താഴ്ചയുണ്ട്. അതാ അടുപ്പിച്ചടുപ്പിച്ചുള്ള സ്റ്റെപ്പ്. അതുകൊണ്ടാണ് ബുദ്ധിമുട്ട്. അമ്മേ എന്നിട്ടെന്താണെന്ന് അറിയില്ല. കണ്ട ആദ്യത്തെ സ്റ്റെപ്പിയും താഴത്തേക്ക് ഇറങ്ങാനുള്ള തപ്പിച്ച് പറഞ്ഞില്ല. ആ താഴത്തേക്ക് അറിയില്ല. അയ്യോ ഇത് മൊത്തം ഇരുട്ടാണ് കേട്ടോ. അണ്ടർഗ്രൗണ്ട് ചേമ്പർ എന്ന് പറഞ്ഞാൽ ഇരുട്ടായിരിക്കട്ടെ അല്ലേ? What is this Mandisha? Yeah. അങ്ങോട്ടടിക്ക്. ക്യാമറയിൽ നന്നായിട്ട് കാണാം കേട്ടോ. കണ്ടോ? പക്ഷെ എൻ്റെ കണ്ണിൽ കൂടെ കാണാൻ പറ്റുന്നില്ല. അയ്യോ എൻ്റെ പൊന്നെ, എനിക്ക് ഇങ്ങനെ പറ്റാനില്ല കേട്ടോ. കോമഡി ആയിട്ട് അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. എനിക്കിത് പറ്റി പറ്റി പറ്റി. ഇവിടെ വഴിയുണ്ട് കണ്ട. ഇരുട്ടിൻ്റെ ആത്മാവ്. ഇവിടെ നമുക്കൊരു പ്രകാശമുണ്ട്. കൊച്ചേ ഇവിടെ ഉണ്ടോ?
വെട്ടമില്ലേ? വെട്ടമുണ്ട്, പക്ഷെ എനിക്ക് പോകാൻ ഒരു ഭയം. ആൾക്കാരവിടെ ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞു. ഇത് പോയതാ അങ്ങോട്ട് പുറത്തോട്ട്. പുറത്തേക്ക് ഇങ്ങനെ പോകും. ഇതാണ് പുറത്തേക്കുള്ളത്. ഓഹോ, ഇതുവഴി നമ്മളൊന്ന് ഞാനിപ്പോൾ ആലോചിക്കായിരുന്നു എങ്ങനെ പുറത്തേക്കുള്ള വഴി എന്തായിരിക്കും. ഓക്കെ ബേബി, നമ്മൾ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് പുറത്ത് വന്നിരിക്കുക. ഇറങ്ങി കിട്ടിയിരിക്കുന്നത് രാജാക്കന്മാരുടെ ഓരോരോ സെറ്റപ്പുകൾ. ഇതൊരു വല്ലാത്ത സാമ്രാജ്യം തന്നെ കേട്ടോ. സാമ്രാജ്യത്തിൻ്റെ വെള്ളിയാണ് മൊത്തം. സാമ്രാജ്യത്തിൻ്റെ ഒരു കുഞ്ഞു ഭാഗം മാത്രം ഇത്. ഈ ഹംപി എന്ന് പറഞ്ഞ ഈ നാട് അവിടെ ഇവിടെ ചെതറി ഇതിൽ മൊത്തം ഇങ്ങനത്തെ സ്മാരകങ്ങളാണ്. അതൊന്നും ഇവർ എന്താ പറയുക നശിച്ചു പോയിട്ടില്ല. എല്ലാം നന്നായിട്ട് സംരക്ഷിച്ചേക്കുക. ഈ നാട് മുഴുവൻ എവിടെ ചെന്നാലും എവിടെയെങ്കിലും ഒരു ചെറിയ മണ്ഡപമോ ഗോപുരമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. ഇത് നമ്മുടെ നെക്സ്റ്റ് സ്പോട്ടാണ് സെനാന എൻക്ലോഷർ. രാജ്ഞിമാരുടെയും അതുപോലെ തന്നെ രാജകീയ തോഴിമാരുടെയും സ്വകാര്യ പ്രദേശമായിരുന്നു അവർ താമസിച്ചിരുന്ന ഈ ചെറിയ കൊട്ടാരം. ഇതിൻ്റെ അകത്ത് വേനൽക്കാലത്ത് തണുപ്പും അതുപോലെ തന്നെ തണുപ്പ് കാലത്ത് ചൂടും പ്രദാനം ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള എൻജിനീയറിംഗ് സംവിധാനമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. എൻ്റെ മുകളിലേക്കുള്ളതൊക്കെ പൊളിഞ്ഞു പോയപ്പോൾ തറ മാത്രമേ ഉള്ളൂ. ഇതാണ് ഈ എൻക്ലോഷറിനകത്തുണ്ട് എന്ന് പറഞ്ഞ് മനോഹരമായ ലോട്ടസ് മഹൽ. ഇത് വളരെ ഭംഗിയോടുകൂടി നല്ല കൊത്തുപണികളാൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു മനോഹരമായ നിർമ്മിതിയാണ്. ഇതിൻ്റെ അകമൊക്കെ കാണാൻ സൂപ്പറാണ്. കൊള്ളാല്ലേ, അടിപൊളിയായിട്ടുണ്ട്. ഈ എൻക്ലോഷറിൻ്റെ 4 മൂലയ്ക്കും വലിയ കാവൽമാടങ്ങളുണ്ടായിരുന്നു. അതിലൊന്നാണിത്. ബാക്കിയൊക്കെ തകർന്നു പോയി. ഒരെണ്ണം കൂടി ഉണ്ട്. പിള്ളേരൊന്നും കാണാൻ പറ്റില്ല. പിള്ളേർക്ക് ഭയങ്കര സന്തോഷത്തിലാണ് അല്ലേ? പിള്ളേർക്ക് ഭയങ്കര സന്തോഷത്തിലാണ്. ഇങ്ങനെ യൂട്യൂബ് ചാനലിലൊക്കെ വരുന്നത് ഏതോ സ്കൂളിൽ നിന്ന് വന്നവരാണ്. ഇതാണ് എലഫൻറ്റ് സ്റ്റേബിൾ. ഇത് കൊട്ടാരത്തിലെ ആനകളെ നിർത്തിയിരുന്ന സ്ഥലമാണ്. അതിൽ ഓരോ കവാടവും ഉണ്ടല്ലേ, അതിൽ ഒരാനയ്ക്ക് നിൽക്കാനുള്ള സ്ഥലം ഉണ്ടാവും. അതുപോലെ ഒരു 11 ആനകൾക്ക് നിൽക്കാനുള്ള സ്ഥലമാണ് അതിൻ്റെ അകത്തുള്ളത്.
ഫ്രണ്ട്സിന് ഈ കാണുന്ന എന്താണെന്ന് പറയുമ്പോൾ ഇതാണ് ഗാർഡ്സ് ഹൗസ്. അന്നത്തെ സോൾജേഴ്സിൻ്റെ റെസ്റ്റിംഗ് റൂമും അവരുടെ സ്വന്തമായിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു ഇത്. ഇതിനകത്തുണ്ടല്ലോ ആ കാലഘട്ടത്തിൽ ഇങ്ങനെ കൊത്തുപണികളൊക്കെ നടത്തപ്പെട്ട കുറേ ഈ കരിങ്കല്ലിൻ്റെ ഫലകങ്ങളൊക്കെ കിട്ടിയതൊക്കെ ഇങ്ങനെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അകത്തൊക്കെ ഒത്തിരി ഉണ്ട്. ഞങ്ങളകത്തൊക്കെ കയറി കണ്ടു. അവിടെ കണ്ടോ, ഒരറ്റം മുതൽ അപ്പുറം അറ്റം വരെ ഇങ്ങനെ കരിങ്കല്ലിൽ കൊത്തിയ രൂപങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഓരോ രൂപങ്ങളും ഓരോ ദൈവങ്ങളുടെയും അങ്ങനെ ഓരോ പേര് അതിൻ്റെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് എല്ലായിടത്തും ഓടിയെത്താൻ പറ്റണില്ല. കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പം ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്നിട്ട്, ഒരു കുഞ്ഞു സ്ഥലത്ത് ചെന്നിട്ട് ഒരു എന്താ പറയുക, ഒരു സംരക്ഷിത സ്മാരകം കാണുന്ന പോലെയല്ല. ഇതിങ്ങനെ കിടക്കുക പണ്ടപ്പരപ്പനായിട്ട്. ഇവിടെ എല്ലായിടത്തും ഓടി നടന്നു നമ്മൾ. എന്നുവെച്ചാൽ കുഞ്ഞു ഒത്തിരി സാധനമുണ്ട്. വലുതുണ്ട്, കുഞ്ഞുണ്ട്. ഇത് എല്ലാത്തിനും ഓരോ ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ നമുക്ക് ഇതൊന്നും ചോദിച്ച് മനസ്സിലാക്കാൻ, എല്ലാം ചോദിച്ച് മനസ്സിലാക്കാനോ ചോദിച്ച് കണ്ടുപിടിച്ച് ചെല്ലാനോ ഒക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നമുക്കറിയാവുന്നതും പിന്നെ നമുക്കൊരു ചെറിയ ബുക്ക് നമ്മളിവിടെ നിന്ന് സംഘടിപ്പിച്ചായിരുന്നു. ഒരു ഗൈഡൻസ് പോലെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ബുക്ക്. ആ ബുക്ക് വെച്ച് അതിൽ നോക്കി ഒരു പ്രധാനപ്പെട്ടെന്ന് തോന്നുന്ന കുറച്ച് സംഭവങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ ഓടിപ്പോയത്. ഇനിയുണ്ട് ഉള്ളി കരിങ്കല്ല് കൊണ്ടൊരു സാമ്രാജ്യം എന്നൊക്കെ പറയാം. അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. ഇനി അടുത്ത എപ്പിസോഡുമായി തിരുമ്പി വരും.